പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നിങ്ങൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വളരെയേറെ ഉപകാരമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. നമ്മൾ സാധാരണ ഏതെങ്കിലും സാഹചര്യത്തിൽ ഉറങ്ങുകയോ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തോ നമ്മൾ ഫോൺ സൈലന്റ് ആക്കി വെക്കാറുണ്ട്. ഇതുപോലെ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അത് നമ്മൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിങ്ങനെ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കോളുകളും കാര്യങ്ങളൊന്നും നമ്മൾ അറിയത്തില്ല, സൈലന്റ് ആയിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണത്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചില കോളുകൾ നമുക്ക് അത്യാവശ്യ കോളുകളായിരിക്കും. അങ്ങനെയുള്ള കോളുകളിൽ എങ്ങനെ നമുക്ക് സൈലന്റ് മോഡിൽ നിന്ന് മാറ്റി സാധാരണ രീതിയിലാക്കി വെക്കാം എന്നാണ് ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. എന്തായാലും ഈ സെറ്റിംഗ്സ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തി അത്യാവശ്യമായിട്ട് വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയമാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്കത് അറിയാൻ വേണ്ടിയിട്ട് റിംഗ് ടോണും കാര്യങ്ങളും എല്ലാം കേൾക്കാൻ സാധിക്കും. ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അതെങ്ങനെയാണെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. എന്തായാലും ഇത് നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. ഒരു ചെറിയ ട്രിക്കാണിത്. എന്തായാലും നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ സാധാരണ ഉറക്കത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ നമ്മൾ ഇതുപോലെ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഫോണുമായിട്ട് ബന്ധപ്പെട്ട് മെസ്സേജിന്റെയോ നമ്മുടെ കോൾസിന്റെയോ ഒന്നിന്റെയും ശല്യം ഉണ്ടാകത്തില്ല. എന്നാൽ അർജന്റ് ആയിട്ടുള്ള ഒരു കോള് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് അറ്റൻഡ് ചെയ്യണം, നമ്മൾ അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ സാംസങ് ഫോണിലാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഫോണിൽ വേറെ വ്യത്യസ്ത രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാൻ സാധിക്കും. സെറ്റിംഗ്സിൽ തന്നെ അറിയാൻ സാധിക്കും. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഡു നോട്ട് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ കാണാൻ സാധിക്കും ഡു നോട്ട് ഡിസ്റ്റർബ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ താഴെ കാൾസ് ആൻഡ് മെസ്സേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. ആ പ്ലസ് ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഏത് നമ്പറിലാണോ കോൾ വരുമ്പോഴത്തേക്ക് അത് നമുക്ക് സൈലന്റ് മാറി നമുക്ക് റിംഗ് ടൂൺ കേൾക്കേണ്ടത് അത്യാവശ്യ കോള് ഏതാണോ അത് നമ്മളിവിടെ ആ നമ്പർ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഡൺ കൊടുക്കുക. അതുപോലെ നമുക്ക് വീണ്ടും പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്പർ കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഫോണിലേക്ക് ഞാൻ എന്റെ മെയിൻ ഫോണിൽ നിന്ന് ഈ ഒരു ഫോണിലേക്ക് വിളിക്കാൻ പോവുകയാണ്. ഈ നമ്പർ ഇപ്പോൾ നമ്മൾ ഡിസ്റ്റർബ് ആണെങ്കിലും റിംഗ് ടോൺ കേൾക്കണം എന്നുള്ള രീതിയിലാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ അതിന് ഡയൽ ചെയ്യാൻ പോവുകയാണ്, ഞാൻ കോൾ ചെയ്യാൻ പോവുകയാണ്. ഇനി ഞാനത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടത് ആ നമ്പർ അവിടെ കൊടുക്കാതെ അടുത്ത് കോൾ ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടി വീണ്ടും ഞാൻ സെറ്റിംഗ്സിൽ കയറുകയാണ്. ഞാനിപ്പോൾ സൈലന്റ് ആ നമ്പർ ഞാനിപ്പോൾ സൈലന്റ് മോഡിലാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇത് ഫുൾ ഡു നോട്ട് ഡിസ്റ്റർബിൽ കിടക്കുകയാണ്. ഞാനിപ്പോൾ അത് കോൾ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അറിയാൻ സാധിക്കും അവിടെ സൗണ്ട് റിംഗ് ടൂണ് കേൾക്കുന്നില്ല. മറ്റൊരു നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ശബ്ദവും ഇല്ല. പക്ഷെ കോൾ വരുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള നമ്പർ, നിങ്ങൾക്ക് അത്യാവശ്യമുള്ള നമ്പറുകൾ ഇതുപോലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് ആ കോൾ അറ്റൻഡ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. എന്തായാലും ഈ ട്രിക്ക് നിങ്ങൾ നോക്കി വെക്കുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.